അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ഒരു സംഭവം, യാക്കൂബ് ബിൻ ലൈസ് എന്ന് പറയപ്പെടുന്ന ഒരു ഭരണാധികാരി, ഒരു രാജാവിനേക്ക് വളരെ ദുഃഖകരമായ ഒരു രോഗം അദ്ദേഹത്തിന് പിടിപെട്ട് എത്ര അതിനെ ചികിത്സിച്ചാലും തൻ്റെ രാജ്യത്തുള്ള എല്ലാ വൈദ്യന്മാരെ അത് കാണിച്ചാലും അവിടെ നിന്ന് അത് സുഖപ്പെട്ടില്ല. ദിനേനെ അത് വല്ലാത്ത ശക്തിപ്പെടുകയും അദ്ദേഹം വല്ലാത്ത ഭയപ്പെടുകയും ചെയ്തു. എൻ്റെതെല്ലാം നഷ്ടപ്പെട്ടോ, ഞാനിനി മരണത്തിലേക്ക് പോവുകയാണോ എന്നുള്ള വല്ലാത്തൊരു ദുഃഖിതനാവുകയാണ്. ഈ സമയത്താണ് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ബോധ്യപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ഈ നാട്ടിൽ ഒരു നല്ല മനുഷ്യൻ, നല്ലൊരു ആബിദ്, നല്ലൊരു ആരിഫ്, സഹ്ൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന് പറയപ്പെടുന്ന ദുആക്ക് ഇജാബത്തുള്ള ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. അദ്ദേഹം എന്തുവായിരുന്നാലും, എങ്ങനെതുവായിരുന്നാലും, ആർക്കെന്തുവായിരുന്നാലും അദ്ദേഹം ആ ദുആക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടിയതായ പല സംഭവങ്ങളും പല അനുഭവങ്ങളും ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊന്നും തൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം നിങ്ങൾക്കൊന്ന് ദ്വാരുന്നിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ രോഗം അവിടെ നിന്ന് സുഖപ്പെടുമായിരുന്നല്ലോ, അദ്ദേഹത്തിനൊന്ന് ക്ഷണിച്ചാലോ എന്ന് തൻ്റെ കൂട്ടുകാർ അറിയിച്ചപ്പോൾ അങ്ങനെ ആ രാജാവ്, ആ ഭരണാധികാരി ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ ആ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ യാക്കൂബ് ബിൻ ലൈസ് എന്ന് പറയപ്പെടുന്ന ഈ ഭരണാധികാരി തൻ്റെ വിഷമങ്ങളും തൻ്റെ വേദാരങ്ങളൊക്കെയും അദ്ദേഹത്തിനോട് പറയുകയാണ്, എൻ്റെ രോഗം ഒന്ന് മാറ്റിത്തരണം, എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം, എനിക്ക് വേണ്ടൊന്ന് ദുആ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് നോക്കി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരാം, പക്ഷേ ഒരു ഷർത്തുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കസ്റ്റഡിയിൽ എത്രയോ നിരപരാധികൾ, എത്രയോ പാവപ്പെട്ട നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ബന്ദ് ചെയ്തിട്ടുണ്ട്, അവരൊക്കെയും നിങ്ങൾ വിടണം, എന്നാലേ നിങ്ങൾക്ക് ഈ രോഗം സുഖപ്പെടുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രോഗം വന്നത് തന്നെ അവരെ കാരണം കൊണ്ടായിരിക്കാം. അങ്ങനെ പറഞ്ഞ പാടെ തന്നെ യാക്കൂബ് ലൈസ് എന്ന് പറയപ്പെടുന്ന ആ ഭരണാധികാരി തൻ്റെ അധികാരത്തിലുള്ള എല്ലാ പാവപ്പെട്ടവരെയും, എല്ലാ നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടവരൊക്കെയും അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ്. എന്നിട്ട് അതൊക്കെയും ആ കാര്യങ്ങളൊക്കെയും ശരിപ്പെട്ടതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്നാണ് ദുആ ചെയ്തത്? അവിടെ നിന്ന് പറയാണ്, യാ അല്ലാഹ്, ഇദ്ദേഹം ഒരു പാപം ചെയ്തപ്പോൾ അദ്ദേഹത്തിലേക്ക് അതിൻ്റെ ഭവിഷ്യത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നീ കാണിച്ചു കൊടുത്തു. അതേ സമയത്ത് ഇപ്പോൾ അദ്ദേഹം ഒരു നന്മ ചെയ്തുള്ള റബ്ബേ, അതിൻ്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണം. അതേ, അദ്ദേഹത്തിനിക്ക് ശിഫാ നൽകണേ എന്ന് വല്ലാത്തൊരു ദുആണ്, വല്ലാത്ത അർത്ഥവത്തമായ ഒരു ദുആയാണ്. അതെ, ആ ദുആ ചെയ്യലോടുകൂടെ സുബ്ഹാനല്ലാഹ് ആ ഭരണാധികാരിയുടെ രോഗം ശിഫയാവുകയാണ്, സുഖപ്പെടുകയാണ്, വല്ലാത്ത സുഖത്തിലാണ്, മുമ്പത്തിനേക്കാളും വല്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ തൻ്റെ സേവകന്മാരിലായിട്ട് അതേ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനിക്ക് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധാരാളം പണവുമായിട്ട്, ധാരാളം ഹദിയമായിട്ട് മുന്നിലെത്തുകയാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു അല്പം പോലും ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വാങ്ങുന്നില്ല, അതൊന്നും സ്വീകരിക്കുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പുറത്തു വരികയാണ്. അങ്ങനെ കുറേ അങ്ങോട്ട് നടന്നപ്പോൾ തൻ്റെ കൂടെയുള്ളവരൊക്കെയും അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളൊരു ഉപകാരം അദ്ദേഹത്തിനക്ക് ചെയ്തു കൊടുത്തതല്ലേ, അദ്ദേഹം നിങ്ങൾക്കൊരു സഹായം ഇങ്ങോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ എന്തേ അത് തിരസ്കരിച്ചത്? അതെന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അത് സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കും അത്യാവശ്യത്തിനൊക്കെ ജീവിക്കാമായിരുന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അവിടെയുള്ള ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കൂട്ടുകാർക്കൊക്കെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവര് അതാ അവിടെയുള്ള ആ നടന്നു പോകുന്ന സ്ഥലത്തുള്ള
കുറേ ചെരക്കല്ലിലേക്ക് നോക്കിക്കൊണ്ട്, അവിടെയുള്ള മണലിലേക്ക് നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ഉദ്ദേശിച്ചാൽ ഈ കാണുന്നതൊക്കെയും എനിക്ക് സ്വന്തമാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അത്രമാത്രം കഴിവ് എനിക്ക് റബ്ബ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ആ ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് ആ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ചോദിക്കുകയാണ്. നോക്കുക, ഇതൊക്കെയും മഹാന്മാരുടെ ജീവിതമാണ്. അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്കെന്തും അവർക്ക് നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധിക്കും. പക്ഷേ അവരൊന്നും ദുനിയാവിനെ ആഗ്രഹിച്ച് ജീവിച്ചവരല്ല. അവരൊക്കെയും അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കണ്ടുകൊണ്ട് ദുനിയാവിൻ്റെ പിന്നാലെ ഓടിയവരല്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.